ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വ്ളോഗാണ്. ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നൊരു വ്ളോഗാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു കാറാണ് എടുത്തിട്ടുള്ളത്. വലിയ വണ്ടിയൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ എടുക്കാൻ പറ്റിയൊരു കാർ ഇതേ ഉള്ളൂ. ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, പക്ഷെ അങ്ങനെ അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല. പുതിയതുപോലെ തന്നെയാണ്, ഒരു പോറലും പോലും ഏൽക്കാതെയാണ് ഇതിൻ്റെ ആദ്യത്തെ ഉടമസ്ഥനെ ഇത് പൊന്നുപോലെ നോക്കിക്കൊണ്ടുപോയ ഒരു വണ്ടിയാണ്. 2021 മോഡൽ വണ്ടിയാണ് കേട്ടോ ഇത്. 18,000 കിലോമീറ്റർ മാത്രമേ ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ളൂ. അതുമാത്രമല്ല, ഈ വണ്ടി VXAയും കൂടെയാണ്. ഈ കാറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ കാറും അതേപോലെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കാറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് ഞങ്ങളെ അറിയിക്കുക. എല്ലാ പേപ്പറും ഉണ്ട്, നിങ്ങൾക്ക് പേയിൽ ഒരാഴ്ചയോട്ട് മാറ്റാം. പിന്നെ സർവീസൊക്കെ ചെയ്ത് ഓയിൽ മാറ്റി എല്ലാം എന്തൊക്കെ ഉണ്ട്. പിന്നെ വീൽ അലൈൻമെന്റ് വരെ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടുന്ന് കൊണ്ടുവന്ന കാരണം തരുമ്പോൾ ബൈക്കിലാവാൻ പാടില്ല. പിന്നെ 2025 ലാസ്റ്റ് വരെ വാറണ്ടി. 2020 മാനുവൽ പാച്ച് 22 പിന്നെ 21 ഫെബ്രുവരിയിലാണ് വണ്ടി എടുത്തത്. 2020 പിന്നെ 2025 ലാസ്റ്റ് വരെ എക്സ്ട്രാ വാറണ്ടി ഉണ്ട്. പിന്നെ കമ്പനി തന്നെ സർവീസ് ചെയ്താലും വാറണ്ടി. ഇൻഷുറൻസ് ഡിസംബർ, പക്ഷേ തേർഡ് പാർട്ടി ആയിട്ട് പിന്നെ ഫുൾ കവർ തീർന്നു കേട്ടോ. ഫുൾ കവർ തീർന്നു. ഇനിയിപ്പോൾ തേർഡ് പാർട്ടി ഉണ്ട്. ഈ വർഷം ലാസ്റ്റ് വരെ ഉണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചു, ആത്മാർത്ഥത നിങ്ങൾ ഉപയോഗിച്ചു. അധികം ഓടിക്കണ്ട, പെട്രോൾ കുറവായിരിക്കും. അല്ല, അങ്ങനെ എനിക്ക് ഇതിനോട് ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലും ഓർമ്മ. അപ്പൊ നിങ്ങള് തിരുവനന്തപുരത്തേക്ക് വണ്ടി അവിടെ ഞാൻ കൊണ്ടുവരുന്ന അവിടെയാണ് ഫാമിലി ഒക്കെ ഉള്ളത്. ആണോ? ഇവിടെ ആരും ഇല്ല ഇപ്പൊ? ഒറ്റക്കാണ്. ഒന്ന് ജാനിങ്ങിൽ 9,500 കിലോമീറ്റർ ഓടിയിട്ട് എല്ലാ കാര്യം ചെയ്താൽ മതി. ഓയിൽ മാറ്റിട്ട് സർവീസ് 10,000 കിലോമീറ്റർ കറക്റ്റായിട്ട് ചെയ്യണം. പിന്നെ ക്യാമറയൊക്കെ വർക്ക് ചെയ്യുന്ന കേട്ടോ. ക്യാമറ വർക്ക് ചെയ്യുന്ന പിന്നെ വീഡിയോ ഒക്കെ വർക്ക് ചെയ്യുന്നത്. അതൊക്കെ എക്സ്ട്രാ വെച്ചത് അവർ വെച്ചതാണ്. പിന്നെ സെൻസർ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതിന് മുമ്പ് മറ്റേ സീറ്റ് വണ്ടി ഇട്ട് കഴിഞ്ഞാൽ സെൻസർ വർക്ക് ചെയ്യും. നോക്കിയോ? സ്റ്റെപ്പിനൊന്നും ഉപയോഗിച്ചിട്ടില്ല. അത് കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരും. VXA മോഡലല്ലേ, ടോപ്പ് മോഡലായതുകൊണ്ട് എല്ലാം കമ്പനിയിൽ നിന്നാണ്. മറ്റേ മാത്രം എക്സ്ട്രാ വെച്ചാണ് ആ പിന്നെ ഇതിൽ വെക്കുന്നത്. അതിൽ റിവേഴ്സ് ഇത് കാണും, ക്യാമറ കാണും. ക്യാമറ ഇല്ലാണ്ട് അറിയാം. പിന്നെ ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൂൾസും കാര്യമൊന്നല്ല നിങ്ങൾക്ക് അല്ല, അതൊക്കെ ഓക്കെ. പിന്നെ അണ്ടർ കോട്ടിങ് ചെയ്ത വണ്ടിയാണ്. അടിയിൽ തട്ട് മുട്ടോ ഒന്നും ചെയ്തില്ല. അത് നിങ്ങൾ ഇവിടെ ഇത് നോക്കിയാൽ മതി. ഈ കോട്ടിങ് നോക്കിയാൽ മതി, ഈ വരെ നോക്കിയാൽ മതി. ഇതാണ് ഏറ്റവും ലാസ്റ്റ് വരിക. അത് തട്ടിയിട്ട് ഒന്നും പറയാം. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിൽക്കുകയാണ്. 5 താമസം അല്ലേ? 5.5 കിലോമീറ്റർ അപ്പുറം. ഓ, 5 കഴിഞ്ഞ് പോകണം. മെയിൻ റോഡിൽ തന്നെ 5.5 കിലോ ഉണ്ടാവും. പിന്നെ എൻ്റെ അമ്മാവണ്ട് മരിച്ചു പോയി. എല്ലാ പേപ്പറും എൻ്റെ അടുത്ത്. അകത്തോടെ ഇരിക്കാമല്ലോ, വെള്ളം വെച്ചാൽ. പിന്നെ 2021 ഇത് തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസമാണ്. ഇതാണ് വണ്ടി കിട്ടിയ വണ്ടി കിട്ടിയത്. അതാണ് 20 ലാസ്റ്റ് മോഡൽ. ഇപ്പം വണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? ഇപ്പൊ 2022 വണ്ടി ലേക്ക് കൊടുക്കും. 23 വർഷം 23 അല്ലേ? അങ്ങനെയാണ്. അല്ല, അത് എന്താ മോഡൽ മാറുമ്പോഴാണ് അറിയാം. മാർച്ചിലാണ് നമ്മൾ എടുക്കുമ്പോൾ വലിയ പ്രശ്നം വരും. കൊടുക്കുമ്പോൾ നോക്കും. പിന്നെ വേറെ കാര്യമുണ്ട്. നമ്മൾ ആരും എടുക്കും വിൽക്കാൻ വേണ്ടി വാങ്ങുന്നവരാ ഇതൊക്കെ ചിന്തിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കൂല. നമ്മൾ വണ്ടി വാങ്ങുന്നു, ഉപയോഗിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. പിന്നെ മനസ്സിലാക്കാം. AC ഇട്ട് ഓടാനാണ് കമ്പനി പറയുന്നത്. ശരിക്കും AC ഇട്ടിട്ട് ഓടുകയാണെന്ന് പറയാം. എന്നാലും വണ്ടിക്ക് എഞ്ചിനൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. കാരണം പേര് മാറ്റണം. അതാണ് കാര്യം. വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പേര് മാറ്റണം. നമുക്ക് അതാണ് മെയിനായിട്ട്. പിന്നെ
സംസാരിക്കട്ടെ, നോക്കട്ടെ, നമുക്ക് കയറാമെങ്കിലും എടുക്കാം, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് കേറാമെങ്കിലും എടുക്കാന്ന്. അത് ആരപ്പോ വേറെ പുള്ളി പോണില്ല. ഓ അങ്ങ് ഓ ശരി, നമ്മളത് കൺഫ്യൂസ്. നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല ഇല്ലാണ്ടുള്ള. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് കിട്ടേണ്ടവരെ എണ്ണ ഇല്ലാന്ന് പിന്നെ നമ്മളോട് ചോദിക്കട്ടെ. അല്ല വേണമെങ്കിൽ എണ്ണ ഞാൻ വേണമെങ്കിൽ കൊടുത്തരാം, അതൊന്നും പ്രശ്നമില്ല. തിരുവനന്തപുരം വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെ വർക്ക് ചെയ്ത് നമ്മൾ ഈ ലൊട്ടിന് കൊടുക്കുക, വണ്ടി ഓടുക, കൽപ്പറ്റ ഓട്ടോറിക്ഷ ഓടിക്കുക. ഇല്ലെങ്കിൽ ഞാനിപ്പോ കുറച്ച് ഓടുകയില്ലാന്നേ ഉള്ളൂ. നാട്ടിലായതുകൊണ്ടേ, അവർക്ക് നാട്ടിലായതുകൊണ്ട് പിന്നെ അങ്ങനെ എനിക്ക് സമാനം കിട്ടൂല. അവരിടയ്ക്ക് വിളിക്കും, അപ്പൊ ഞാൻ അങ്ങോട്ട് പോകും. അപ്പൊ അത് കിട്ടില്ല. ഇനി മതിയല്ലോ, കുറെ 10 രൂപ. ഞാൻ 18 വയസ്സിൽ വണ്ടി പണി തുടങ്ങിയതാ, ഇപ്പൊ 55 ആയി. അപ്പൊ അത് നടക്കൂല. നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ഓടുന്നുണ്ട്. കാരണം നമ്മൾ നിങ്ങൾക്ക് അറിയാം വണ്ടിയുടെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയ നമ്മളെ ഓടിച്ചു വരുന്നത് എന്തെങ്കിലും കിട്ടണ്ടേ, അത്രേ ഉള്ളൂ. നമുക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ എങ്ങനെയാ നല്ല വിലയല്ല പറഞ്ഞേ. ഞാനിപ്പോ എന്ത് പറയാ, ഞാൻ എന്തായാലും ചെറുതായിട്ടൊക്കെ ചെയ്യാം. 3 പറഞ്ഞിട്ട് എന്തെങ്കിലും ചെറുതായി ചെയ്യാൻ. അത് നമുക്ക് അതിന്റെ ക്ലാസ് ഉണ്ട്, അത് ഞാൻ എഴുതരാം. അതൊന്നും പ്രശ്നമില്ല. ഞാൻ മൂപ്പരോട് സംസാരിച്ചിട്ടോ, കുഴപ്പമില്ലല്ലോ. അപ്പൊ മൂപ്പര് പറഞ്ഞു നീക്ക് പോവുകയാണ്, പാട്ടിന് കൂട്ടിക്കൊണ്ടാണ്. ഞാനാണ് ഇന്നലെ വിളിച്ചത് ഫസ്റ്റ്, എന്നിട്ടാണ് നിങ്ങൾ എന്നെ രണ്ടാമത് വിളിക്കുന്നത് അല്ലേ? ഇന്ന് രാവിലെ ഞാൻ ഫസ്റ്റ് വിളിച്ചത്. കച്ചവടക്കാർ പാർട്ടി വന്നാൽ ഇങ്ങനെ ചെറുപ്പം പറയാൻ പോലെ 60-65. ഞാൻ കച്ചവടക്കാർ കൊടുക്കൂല. അല്ല അങ്ങനെയല്ല കൊടുക്കൂല. എന്താ ഇടപാട് വണ്ടി പേപ്പറൊക്കെ കൊണ്ടോ ഐശ്വര്യമായിട്ട് ഞാൻ ഒരു എഗ്രിമെന്റ് എഴുതി വെക്കും. കാരണം അങ്ങോട്ട് വണ്ടി കൊടുത്തു എല്ലാം ഇത് വെച്ചിട്ട് വേണേ ഞങ്ങൾ ഒപ്പിട്ടാരാ. വണ്ടികൾ ഇവിടെ വെച്ചോളി. അതിന്റെ ഇത് വേണമെങ്കിൽ ഒന്നും വേണ്ട, എടുക്കുന്നില്ല. എടുക്കുന്നില്ല. ആ കിലോമീറ്റർ നോക്കിക്കോളൂ, എനിക്ക് ആവശ്യമില്ല. പെട്രോളും കൂടും, ഞാൻ അടിക്കാൻ വയ്യ. അപ്പൊ ഇതിപ്പോ 360 ഉറപ്പിച്ച് എത്ര അഡ്വാൻസ് ഉണ്ട്? മറ്റന്നാൾ കൊണ്ട് ഇടപാട് കഴിഞ്ഞു. വാക്കുണ്ട്, ഓന്റെ പൈസ നിങ്ങൾ കൊടുക്കണം. റീപ്ലേസ്മെന്റിന്റെ ഒന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല കേട്ടോ. നിങ്ങൾ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടാണ്. റീപ്ലേസ്മെന്റിന്റെ ഒന്നും ഞാൻ നോക്കിയില്ല. ഞാൻ ഗ്ലാസോ ഒന്നും നോക്കിയില്ല. ആയിട്ടൊന്നും പറയണ്ട, അതൊക്കെ കേട്ടോ. ഇതിപ്പോ നിങ്ങൾ നാളെ മറ്റന്നാൾ വന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ സാധനം എല്ലാം ഞാൻ പറഞ്ഞാൽ റീപ്ലേസ്മെന്റിന്റെ ഞാൻ കാര്യമൊന്നും നോക്കിയിട്ട് നിങ്ങൾ ഇല്ലാണ്ടാണ് നമുക്ക് ഇങ്ങനെ വിശ്വാസം. ഇതിപ്പോ നിങ്ങളിപ്പോ നമ്മൾ എന്തോ പറഞ്ഞ പോലെ നമ്മൾ വണ്ടി ഓഫ് ആയിക്കോളൂ. കാരണം പെട്രോൾ ചിലപ്പോ ഓഫ് ആയി കഴിഞ്ഞാൽ പെട്രോൾ വാങ്ങി വരണ്ടേ? നിങ്ങൾ ഒരു 5 രൂപ 10 രൂപ വാങ്ങി വന്നോളൂ, കുഴപ്പമില്ല. ഫസ്റ്റ് തന്നെ ഇവിടുന്ന് കണ്ണാസിലേക്കാണ് അല്ല ഞാൻ എടുക്കാത്തോണ്ട് വെറുതെ അടിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. പെട്രോൾ എല്ലാ സാധനവും എനിക്ക് ഒരു സാധനം വേണ്ട. പോരാ ജാക്കി ഇത് മറ്റേ പിന്നെ 3 ത്രികോണം ആ ചോപ്പ് ഇത് ടൂൾസ് ഇതേ ഉണ്ടാവുള്ളൂ. ടയർ ഓടിക്കില്ല. ആക്കി പൊന്തിക്കണമെങ്കിൽ മറ്റേ തന്നെ പറ്റുള്ളൂ. വീൽ സ്പാൻഡർ വ്യത്യാസമുണ്ട്. ഈ ഓട്ടോക്കാരെ ഈ സ്വഭാവം എന്ന് പറയുന്നത് ആൾക്കാർ അത് പറയണ്ടേ. ഞാൻ പോട്ടെന്നല്ലേ ചേട്ടാ? എന്നാ പിന്നെ അങ്ങനെ ആയി ഓടലില്ലല്ലോ. സർവീസ് നിങ്ങൾ വയനാട്ടിൽ നിർത്തിയാല് ഇത് തിരുവനന്തപുരത്ത് എഴുതാം. എഗ്രിമെന്റ് എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിച്ചു. ഇത് കിലോമീറ്റർ ഞാൻ അന്ന് ഫോട്ടോ എടുത്തപ്പോൾ 325 കേട്ടോ. നമ്മൾ നോക്കിയപ്പോൾ 19 ഓടിയിട്ടില്ല. ടൂറിസ്റ്റ് സർവീസ് നോക്കും, അത്രേ ഉള്ളൂ. പിന്നെ കുഴപ്പമില്ല. ഓ ശരി. താക്കോല് അപ്പൊ ഓന് പോയി സ്റ്റാർട്ടാക്കട്ടെ. എണ്ണുണ്ടാവും, പമ്പ് വരെ എത്തും. ഞാൻ ഓടിക്കലേ വണ്ടിയിൽ എണ്ണ കൊണ്ടിട്ടോ അത് ശരിയാ. എനിക്ക് അതാ അതിലുണ്ട്. ഓക്കെ. അപ്പൊ പിന്നെ അതിലൊന്നും വേറെ ഉണ്ടായി. പിന്നെ ഇതിന്റെ അടിയിൽ നമ്മൾ ആ ഗീറിന്റെ ആ കുപ്പിയൊക്കെ വെക്കുന്നത് അവിടെ ഒന്നുണ്ട്. ഗണപതിയാണോ? അല്ല ഇത് എന്നോസിയാണ്. വണ്ടി നിങ്ങളുടെ പേര് മാറ്റാൻ വേണ്ടി. അല്ല അത് കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കാനുള്ള വണ്ടിയാണല്ലോ. നിങ്ങൾ ആദ്യം ഇടപെട്ടിട്ടില്ല. RC മാറിയില്ല, ഒറ്റ RC ആണ് സംഭവം.
ഇതിന് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അതല്ലേ വേണ്ടു. തട്ട് കുട്ട ആക്സിഡന്റ് കാര്യങ്ങളില്ല. പിന്നെ നിങ്ങൾ 10 ദിവസം കൊണ്ട് പേര് മാറ്റിക്കും. ഞാനിത് രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന് ഞാൻ വെക്കും, ഒന്ന് നിങ്ങൾ വെക്കും. ഒരു സാക്ഷി 2 പേരാതെ വെക്കുന്നത്. കാരണം മാറി കാരണം ഞാൻ പിന്നെ കാർബൺ പേപ്പർ വെച്ചിട്ട് സാധനം എഴുതുന്നുണ്ട്. ഇത് കാർബൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയതേ ഉള്ളൂ. ഇത് രണ്ടും ഒറിജിനലായി. ഒരു മിനിറ്റ് ഒന്ന് ഇത് രണ്ടും ഒന്ന് തന്നെ കേട്ടോ. ഹലോ, ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വെച്ചു നിങ്ങൾ ഇതാ നമ്മൾ ഇനിയിപ്പോ നിങ്ങളെ ഫോൺ നമ്പർ ഇതിനെ ചോദിച്ചറിയോ? ഞാൻ ഫീഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുകൊണ്ട് പോകുന്നു. മോനെ അവർക്ക് പോട്ടോ. നോക്ക നമ്പർ അവർക്കും കാണട്ടെ. എല്ലാം കറക്റ്റായി കാണുന്നുണ്ട് നോക്കണേ. ഒരു മിനിറ്റ്. പക്ഷെ കുറച്ച് ഉള്ളിലേക്ക് കാണുന്ന നമ്പർ കാണുന്നു നോക്കണേ. ഓക്കെ ഒന്ന് ധൈര്യമായിട്ട് എടുത്തോളി. എല്ലാം എടുത്തോ. അങ്ങോട്ട് ആവണ്ട. ലെഫ്റ്റൊക്കെ ഇങ്ങോട്ട് ചെയ്താൽ മതി. എടുത്താൽ മതി. ഫസ്റ്റ് എയ്ഡ് കിറ്റ് കിട്ടിയില്ല. എല്ലാം ഉണ്ടല്ലോ അല്ലേ? റെഡിയായി. അടുത്ത എല്ലാം എടുത്തോളി. ഉണ്ടാവില്ല. ഓ അല്ല വിളിച്ചാ മതി. ഓക്കെ. എന്താ നിങ്ങൾ സീറ്റ് എന്താവും അല്ലാണ്ട് ഓഫ് ആവൂല. ഓഫാവും. ചന്തി പിടിത്തി കുറേ നേരം കഴിയുമ്പോൾ ഓഫാവും.